കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. മൂന്ന് മുന്നണികളും ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച, അതായത് മാർച്ച് 15-ാം തീയതി വൈകിട്ട് 4 മണിയോടുകൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ വാർത്താ സമ്മേളനം വിളിച്ച് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണി ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ LDFിലെ ഘടകകക്ഷിയായ CPI മത്സരിക്കുന്ന 25 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ CPM വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തങ്ങൾ മത്സരിക്കുന്ന 86 മണ്ഡലങ്ങളിൽ ഏതാണ്ട് 81 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മറ്റ് ചില ഘടകകക്ഷികൾ ഉൾപ്പെടെ സീറ്റുകൾ പ്രഖ്യാപിക്കാനുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് UDFിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. UDFിലെ ഒന്നാമത്തെ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലാണ് ചർച്ചകളൊക്കെ തന്നെ നടന്നത്. അത് നീണ്ടുപോകുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ തമ്മിൽത്തല്ലാണ്, പിടിവലിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPM-ഉം LDF-ഉം BJP-യും ഒപ്പം തന്നെ കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് വിരുദ്ധ മാധ്യമങ്ങളും എല്ലാം വാർത്തകൾ പടച്ചുണ്ടാക്കിയ ചർച്ചകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നത്. എന്നാൽ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏതാണ്ട് 4 ദിവസം കഴിയുമ്പോഴേക്കും കോൺഗ്രസ് 2 ഘട്ടങ്ങളിലായിട്ട് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ അതിനിടയിൽ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, ഒപ്പം തന്നെ ബാക്കിയുള്ള ചെറു കക്ഷികളെല്ലാം ഓരോരോ സീറ്റിൽ മത്സരിക്കുന്ന കക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി. 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ആദ്യ മുന്നണിയായിട്ട് UDF മാറി. UDFിനെ, കോൺഗ്രസിനെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പരിഹസിച്ചുകൊണ്ടിരുന്ന LDFിൽ, CPM-ൽ ഇതുവരെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല. മറുവശത്ത് BJP-യും സമാനമായ നിലയിൽ തന്നെയാണ്. BJP ഇനിയും ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ UDF 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് എതിരാളികളെ കവച്ചു വെച്ചുകൊണ്ട് ബഹുദൂരം മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കടന്നിരിക്കുകയാണ്. LDFിൽ CPM അല്ലെങ്കിൽ LDF ഇപ്പോഴും ഇനിയും ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഓർക്കണം, സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരുന്ന തിങ്കളാഴ്ചയാണ്. അത് 23-ാം തീയതിയാണ്. അതിനകത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഇനിയും LDFിനെ സംബന്ധിച്ച് 3 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. അത് കാസർഗോഡ്, വള്ളികുന്ന്, ഒപ്പം തന്നെ താനൂർ എന്നീ 3 മണ്ഡലങ്ങളാണ്. കാസർഗോഡ്, വള്ളികുന്ന് ഈ മണ്ഡലങ്ങൾ രണ്ടും ഘടകകക്ഷിയായിട്ടുള്ള INL-നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവർക്ക് ഇതുവരെയും സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ താനൂരിൽ, മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിലവിൽ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള V. അബ്ദുറഹ്മാൻ, കായിക മന്ത്രി കൂടിയാണ്, അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ കഴിഞ്ഞ ഞായറാഴ്ച സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചപ്പോൾ താനൂരിൽ V. അബ്ദുറഹ്മാനെ തന്നെയാണ് CPM സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ ഞായറാഴ്ച സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ടും V. അബ്ദുറഹ്മാൻ പ്രചരണത്തിനായിട്ട് ഇറങ്ങിയില്ല. അദ്ദേഹം പാർട്ടിയോട് എതിർപ്പിലായിരുന്നു. കാരണം തനിക്ക് താനൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്ന തന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിലുള്ള അമർഷം കാരണം അബ്ദുറഹ്മാൻ പിന്നീട് ആ മണ്ഡലത്തിൽ പ്രചരണത്തിന് ഇറങ്ങിയില്ല. മറ്റ് CPM പ്രഖ്യാപിച്ച അല്ലെങ്കിൽ LDF പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികൾ ഞായറാഴ്ച വൈകിട്ട് തന്നെ റോഡ് ഷോകളുമായിട്ടൊക്കെ ആ പ്രചരണവുമായി മുന്നോട്ട് പോയിരുന്നു. എന്നാൽ അബ്ദുറഹ്മാൻ അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടും ഈ പ്രചരണത്തിലേക്ക് ഇറങ്ങിയില്ല. അദ്ദേഹം പ്രതിഷേധവുമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അബ്ദുറഹ്മാനെ താനൂരിൽ നിന്നും തിരൂരിലേക്ക് മാറ്റിക്കൊണ്ട് പ്രഖ്യാപനം വരുന്നത്. അങ്ങനെ താനൂരിൽ വീണ്ടും സ്ഥാനാർത്ഥി ഇല്ലാത്ത ഒരു സാഹചര്യം വരുന്നു. അവിടെ CPM-ആണ് ഇനിയിപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കേണ്ടത്. മറ്റ് കാസർഗോഡ്, വള്ളികുന്ന് എന്നീ 2 മണ്ഡലങ്ങളിൽ INL കൊടുത്തതുകൊണ്ട് അവരാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടത്. അവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആരാകും പ്രഖ്യാപിക്കുക? ഇനിയിപ്പോൾ CPM തന്നെ ആ സീറ്റുകൾ ഏറ്റെടുത്തുകൊണ്ട് സ്വതന്ത്രരെ മത്സരിപ്പിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും 3 മണ്ഡലങ്ങളിൽ ഇനിയും LDFിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒപ്പം തന്നെ BJP-യും സമാനമായ രീതിയിൽ തന്നെയാണ്. 10ഓളം മണ്ഡലങ്ങളിൽ BJP-ക്ക് ഇനിയും സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും ഈ പറയുന്ന പോലെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. മുതിർന്ന നേതാവായിട്ടുള്ള MD രമേശിനെ പോലെയുള്ള നേതാക്കൾക്ക് സീറ്റ് കൊടുക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം അതൃപ്തിയിലാണ്. അദ്ദേഹം ആഗ്രഹിച്ചത് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നാണ്. എന്നാൽ അവിടെ പത്മജ വേണുഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരില്ലെങ്കിൽ താൻ എങ്ങോട്ടുമില്ല, വേറെ എവിടെയും മത്സരിക്കുന്നില്ല എന്നുള്ള പിടിവാശിയിലാണ്, കടുംപിടുത്തത്തിലാണ് MD രമേശ്. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ BJP-യിൽ നിൽക്കുന്നുണ്ട്. 10 ഇടങ്ങളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുണ്ട്. ആ രീതിയിൽ NDA-യിലും LDF-ലും ശക്തമായിട്ടുള്ള പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. ഇനി വെറും 2 ദിവസം മാത്രം അവശേഷിക്കെ നാമനിർദ്ദേശ പത്രിക നൽകാൻ
ഏതാണ്ട് 48 മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഈ രണ്ട് മുന്നണികളിലും പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയാത്ത വിധമുള്ള പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. യു ഡി എഫിനെ കുറ്റം പറഞ്ഞവർക്ക് യു ഡി എഫിൽ തമ്മിലടിയാണ്, സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പ്രശ്നങ്ങളാണ്, കോൺഗ്രസിൽ വിഴുപ്പലക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ പരിഹസിച്ചവർക്ക് സ്വന്തം കാര്യം നോക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നതാണ് ഏറെ രസകരമായിട്ടുള്ള ഒരു കാര്യം. കോൺഗ്രസിലെ കെ എസ് യുവിൻ്റെ അധ്യക്ഷനായിട്ടുള്ള അലോഷ്യസ് സേവ്യറിന് സീറ്റ് കിട്ടാത്തതിൽ SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശിവപ്രസാദ് വലിയ പരിഹാസവുമായിട്ടൊക്കെ തന്നെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം സ്വന്തം മുന്നണിയിലെ കാര്യം നോക്കേണ്ടത് വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ പ്രധാനമാണ്. അദ്ദേഹം അത് നോക്കുകയാണ് വേണ്ടത്. LDFന് ഇനിയും 3 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല. ഒരു മന്ത്രി സ്വന്തം മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് 10 വർഷം MLA ആയിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നിൽക്കാൻ പറ്റാതെ, നിൽക്കക്കള്ളി ഇല്ലാതെ അദ്ദേഹം മറ്റൊരു മണ്ഡലത്തിലേക്ക് ഓടിപ്പോകുന്ന ഒരു കാഴ്ച പോലും നമ്മൾ കാണുന്നുണ്ട്. അത്രയ്ക്കും പരിതാപകരമായ ഒരു അവസ്ഥയിലേക്ക് LDF CPM പോയിരിക്കുകയാണ്. ഒരു സിറ്റിംഗ് 10 വർഷമായിട്ട് MLA ആയിരിക്കുന്ന, മന്ത്രിയായിരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തം മണ്ഡലത്തിൽ വീണ്ടും ജനവിധി തേടാനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ആ രീതിയിലാണ് CPMൻ്റെ ഓരോ മന്ത്രിമാരും, അവരെല്ലാം തന്നെ തോൽവിപ്പേടിയിൽ തന്നെയാണ്. എന്തായാലും UDF 140 മണ്ഡലങ്ങളിലും ഒറ്റയടിക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ പ്രചരണ പരിപാടികളുമായിട്ട് ബഹുദൂരം ഈ പ്രചരണത്തിൽ മുന്നേറി മുന്നോട്ട് പോവുകയാണ്. അത് UDFന് തികഞ്ഞ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായി മാറിയിട്ടുമുണ്ട്.